ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി. ദേവസ്വം ജീവനക്കാരും പ്രതികളാകും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്തു. ഷഫീദ്, എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, അല്പസമയം മുൻപാണ് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ നിലവിൽ 10 പ്രതികളുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. മോഷണം, വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ദേവസ്വം ജീവനക്കാരും പ്രതികളാണ്. മുരാരി ബാബു, അതേപോലെ തന്നെ ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ, ദേവസ്വം ബോർഡ് ജീവനക്കാരും ഉന്നത ജീവനക്കാരും പ്രതികളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ എഫ്ഐആർ അടക്കമുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത മിനിറ്റിൽ പുറത്തേക്ക് വരും. ഇതോടുകൂടി SITയെ സംബന്ധിച്ച്, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവരുടെ ഔദ്യോഗിക അന്വേഷണം അത് ആരംഭിക്കുകയാണ്. കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം. DGPയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത് നാളെ മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കും. സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കേണ്ട കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെ പ്രതികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിനെ അതേ രീതിയിൽ തന്നെ എഫ്ഐആറിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളും ഈ കേസിലെ പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും മറ്റ് ജീവനക്കാർ ആര് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും. സുഹൈൽ, ഷഫീദ്, ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടതി പ്രിസൈസായി പറഞ്ഞ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, വാതിൽപ്പാളിയിലെ സ്വർണം, ആ പാളി ഇത്തരത്തിൽ ഉരുക്കി മാറ്റിയതും, അതുപോലെ തന്നെ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ പ്രധാനമായും എടുത്തു പറഞ്ഞത്. ഈ വിഷയത്തിലാണ് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഈ 2 സ്വർണ്ണ കവർച്ചയും ഒരുപോലെ ഒരേ എഫ്ഐആറിൽ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് സ്വർണ്ണപ്പാളി, അതായത് എന്താണോ ദേവസ്വം വിജിലൻസിന് മുമ്പിലേക്ക് ആദ്യം കണ്ടെത്തലായി വന്നത്, അത് സ്വർണ്ണപ്പാളിയാണ്. ആ സ്വർണ്ണപ്പാളി വിഷയത്തിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, വാതിൽപ്പാളി വിഷയത്തിലും മറ്റൊരു എഫ്ഐആറിന് സാധ്യതയുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പുരോഗമിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ആദ്യ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പേരാണ് പ്രതികളാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ എഫ്ഐആറിലും സമാനമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പേർ തന്നെയായിരിക്കും പ്രതികൾ, പ്രാഥമിക പ്രതിപട്ടിക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ വ്യാജരേഖ ചമയ്ക്കൽ എന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ പക്കൽ ഇതിനോടകം തന്നെ അത് തെളിയിക്കുന്ന തെളിവുകളുണ്ട്. ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും അന്വേഷണം നടത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരിക്കും ആദ്യ നടപടി. നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തില്ല എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രയും പെട്ടെന്ന് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് നീക്കം. ശേഷമായിരിക്കും സ്മാർട്ട് ക്രിയേഷൻസിലടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കവർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ മഹസറിലടക്കം ഒരു പ്രത്യേക തരത്തിൽ സഹായമാകുന്ന തരത്തിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി നടക്കുമ്പോൾ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം കേസിന് സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രഥമദൃഷ്ടി ഒരു എഫ്ഐആർ എടുത്ത സാഹചര്യത്തിൽ മുന്നോട്ടുള്ള പോക്കിൽ കസ്റ്റഡി, അറസ്റ്റ് അടക്കം നടപടികൾ അത് വേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ പ്രാഥമികമായി കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായി പഠിച്ച ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുക? ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു കാലതാമസത്തിന് SIT ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 6 ആഴ്ചക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം. മാത്രമല്ല, ദേവസ്വം വിജിലൻസ് രേഖകളടക്കം കണ്ടെത്തി ഇതിനോടകം തന്നെ ശേഖരിച്ചൊരു കേസാണ്. ആ കേസിൽ SITയെ സംബന്ധിച്ച് എവിടേക്കാണ് പോയിരിക്കുന്ന സ്വർണം, അതായത് ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അവിടെ ഉരുക്കി അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പാളിക്ക് കൊടുത്ത സ്വർണ്ണമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പാളിയുടെ പക്കലുള്ള സ്വർണം അതെവിടെ, എത്ര പേർക്ക് വീതിച്ചു കൊടുത്തു, അതിൽ മറ്റെന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ, അതിൽ പണം വാങ്ങിയിട്ടാണോ നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി. 2, സ്മാർട്ട് ക്രിയേഷൻസിന് ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നോക്കും. 3, ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആരൊക്കെ, അതിൽ ഈ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനമടക്കം തിരുത്തി അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ ചില ഇടപെടൽ നടത്തി എന്നുള്ള കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവര് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് അനുമതി കൊടുത്തിട്ടുള്ള മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ, അവരുടെ അടക്കം ഗൂഢാലോചന ഇതിൽ എങ്ങനെയാണ്, ഈ ഗൂഢാലോചന തുടങ്ങിയത് 2016 മുതലാണ് എന്നുള്ള കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 2016 മുതൽ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ക്രിമിനൽ കോൺസ്പിറസി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിനപ്പുറത്തേക്ക് അത് SITയുടെ അന്വേഷണ പരിധിയിൽ വരും. മാത്രമല്ല, ഇതിന്റെ തെളിവെടുപ്പ് അതൊരു പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം സംസ്ഥാനത്തിന് പുറത്തേക്ക് 2 സംസ്ഥാനങ്ങളിൽ ഈ സ്വർണ്ണപ്പാളി എത്തിച്ചു എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസ് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തണം, അതടക്കമുള്ള കാര്യങ്ങൾ നടത്തും. സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയും അന്വേഷണ പരിധിയിൽ വരികയും ചെയ്യും.
ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.